അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും മത്സരിക്കും. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അനൂപ് ചന്ദ്രനെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്ക് ഒടുവിലാണ് അമ്മയുടെ സ്ഥാനാർത്ഥി പട്ടിക തെളിഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഏറെ സാധ്യത കൽപ്പിച്ചവർ അവസാന നിമിഷം പിന്മാറി. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത സ്ഥാനാർത്ഥിയായി. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് രണ്ടുപേരാണുള്ളത്, ദേവൻ ആൻഡ് ശ്വേത മേനോൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരുണ്ട്. ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ ആൻഡ് നാസർ ലത്തീഫ്. യെസ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പത്രിക സമർപ്പിച്ച മറ്റു 12 പേർ പിന്മാറിയതോടെയാണ് അൻസിബയുടെ വിജയം. അതിനിടെ അൻസിബ ഹസൻ നടൻ അനൂപ് ചന്ദ്രനെതിരെ പോലീസിൽ പരാതി നൽകി. അമ്മയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പരാതി. മുഖ്യമന്ത്രിക്കും ഇൻഫോ പാർക്ക് പോലീസിലും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരെയും അപമാനിച്ചിട്ടില്ലെന്നായിരുന്നു അനൂപ് ചന്ദ്രന്റെ പ്രതികരണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളെയും മോശമായി കാര്യം I+U+ എന്ന മാത്രം കാണുന്ന ഒരാളാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയ ബാബുരാജ് അവസാന നിമിഷം പത്രിക പിൻവലിക്കുകയായിരുന്നു. ഭയന്നിട്ടല്ല പിന്മാറ്റമെന്നും വിഴുപ്പലക്കലിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും ബാബുരാജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ഓഗസ്റ്റ് 15-നാണ് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ്. ന്യൂസ് മലയാളം, കൊച്ചി.